പിള്ളേരെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നമ്മളെ സാധിച്ചു കൊടുക്കണ്ടേ? പിള്ളേരെന്ന് ഉദ്ദേശിച്ച് എന്നെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ട് ദോശ കഴിക്കാൻ, തട്ടുദോശ കഴിക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ കൃഷ്ണമോളോട് മാടി നമുക്കൊന്ന് കറങ്ങിയിട്ട് വന്നാലോ, ഒന്ന് നൈറ്റ് റൈഡൊക്കെ പോയിട്ട് തട്ടുദോശയൊക്കെ കഴിച്ചിട്ട് വരാം. ഒരു കാര്യം ചെയ്തേ, കുഞ്ഞു കൂടെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അവളെയും വിളിച്ചിട്ടുണ്ട്, അവളോട് ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണേ. അപ്പം നമുക്ക് കൊട്ടാരത്തിൻ പോയിട്ട് അവളെയും കൂടെ വിളിച്ചിട്ട് ഒന്ന് നൈറ്റ് റൈഡൊക്കെ പോയിട്ട് തട്ടുദോശയൊക്കെ കഴിച്ചിട്ട് ഒന്ന് കറങ്ങി വരാം. അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ. ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഇച്ചിരി പാടാട്ടോ ഹൈവേയിലോട്ട് കയറാൻ. മറ്റേത് എളുപ്പമായിരുന്നു ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് അങ്ങോട്ട് കയറാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഭയങ്കര പാടാണ്, ഇപ്പോൾ ചുറ്റിയൊക്കെ വരണം കേട്ടോ. അങ്ങനെ നമ്മൾ കൊട്ടാരത്തിൻകടയിലോട്ട് പോകുക കേട്ടോ. അവളിപ്പോൾ 2 വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നിങ്ങൾ ഇറങ്ങിയെന്ന് ചോദിച്ചിട്ട്. ഞാൻ ഇറങ്ങുവാന്ന് പറയാനും കുറച്ച് നേരം കൂടെ നിന്ന് അമ്മയും താമസിച്ചൊരു വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങുന്നില്ല. അത് അവൾക്ക് അറിയുകയും ചെയ്യും. അതുകൊണ്ട് അവൾ പറഞ്ഞ് നിങ്ങളിപ്പോൾ ഇറങ്ങാനോ നല്ലതൊക്കെ ചോദിച്ചിട്ട് എന്നെ പള്ളു പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ അമ്പലത്തിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കാട്ടി അമ്പലത്തിൽ പോകുന്ന വഴിയാട്ടോ. ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ കൊട്ടാരത്തിൻകട എത്തി കേട്ടോ. അപ്പോൾ ഈ കായലിനക്കരെയാണ് കാട്ടിലമ്പലം. ഇവിടെ വള്ളമുണ്ട്, ജിങ്കാറും ഉണ്ട് കേട്ടോ അമ്പലത്തിൽ പോകാനായിട്ട്. ഇതാണ് അമ്പലത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ തന്നെയാണ് എൻ്റെ കൊച്ചച്ഛൻ്റെ മോൾ ദേവു എന്ന് പറയുന്നിട്ട്. ഇവിടെ തന്നെ അവരുടെ വീട്. അപ്പം അവൾ ഇപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി വരും കേട്ടോ. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റ് കണ്ടോ, ഇവിടെ നഗത്തോട്ട് അവരുടെ വീട് കേട്ടോ. അങ്ങനെ അവളെ വിളിച്ച് ഇനിയിപ്പോൾ നമുക്ക് നേരെ തട്ടുകടയിലോട്ട് പോകാവേ. എത്തി കേട്ടോ. പക്ഷെ മഴയൊന്ന് ചെറുതായിട്ട് പൊടിക്കുന്നുണ്ടായിരുന്നു. വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നു കേട്ടോ. ഇവിടുത്തെ ബീഫ് ഫ്രൈ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ ബീഫ് ഫ്രൈ ആട്ടോ. അത്യാവശ്യം നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല ചൂടോടുകൂടി ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞങ്ങൾ മുമ്പ് ഇവിടെ ഈ റോഡ് പണിയൊക്കെ തുടങ്ങുന്നതിനൊക്കെ മുന്നേ രാത്രിയിലൊക്കെ എപ്പോഴും ഫിലിമിന് പോകുന്ന സമയത്ത് സ്ഥിരം കയറുന്നൊരു കടയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡുമാണ്, നല്ല ക്ലീനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. നല്ല ചൂട് സാമ്പാറും അതുപോലെ ചമ്മന്തിയൊക്കെ ഒഴിച്ച് നല്ല ചൂട് ദോശ ഇങ്ങനെ കഴിക്കാം കേട്ടോ. അതുപോലെ തന്നെ ആ ചൂട് ദോശയ്ക്കകത്തോട്ട് ഒരു ബീഫ് ഫ്രൈ ഒക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കഴിക്കുമ്പോഴൊരു സുഖം എൻ്റെ പൊന്നോ അടിപൊളിയാട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ സ്ഥിരം കഴിക്കുന്നൊരു കടയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം കല്ലന്താഴം ബൈപ്പാസ് ജംഗ്ഷനിലുള്ള ബൈപ്പാസ് കഫേയിലാണ്. അപ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളി ഫുഡാട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് മഴ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു കേട്ടോ, ഭയങ്കര മഴയായിരുന്നു. പക്ഷേ പെട്ടെന്ന് അങ്ങ് തോന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ബൈപ്പാസ് വഴി പോയില്ല, തിരിച്ച് ഞങ്ങൾ കൊല്ലം വഴി പോകാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വീട്ടിലാക്കണം, നമുക്ക് എന്നിട്ട് വീട്ടിൽ പോകണം. പക്ഷേ പോകുന്ന വഴി നമുക്ക് കോവിൽത്തോട്ടം പള്ളിയിലൊന്ന് നോക്കാമെന്ന് കയറാമെന്ന് വിചാരിച്ചു. അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കാണാമെന്ന്. അങ്ങനെ നമ്മൾ കോവിൽത്തോട്ടത്ത് വന്നു കേട്ടോ. പക്ഷേ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത്രയും ടൈം ആയതുകൊണ്ടായിരിക്കും. എനിക്കൊന്ന് 10 മണിയൊക്കെ ആവാറായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയം ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ഇതുവരെ ഒന്ന് ലൈറ്റ് ഇട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നാളെ വരാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ നമുക്ക് വിളക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാവേ. അങ്ങനെ നമ്മൾ വീണ്ടും കൊട്ടാരത്തിൻകട എത്തി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇറക്കണം, നമുക്ക് വീട്ടിൽ പോകണം. ശരി, ടാറ്റ. ഓക്കെ, ബൈ. അങ്ങനെ അവളെ നമ്മൾ വീട്ടിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. വീട്ടിൽ ഇനി നമുക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാം. അപ്പം തട്ടുദോശയൊക്കെ കഴിച്ചൊരു മനസ്സിനൊരു ഭയങ്കര മഴയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല വൈബല്ലേ മഴയത്തിങ്ങനെ, ഇല്ലേ കൃഷ്ണതിരെ, മഴയത്തിങ്ങനെ തട്ടുദോശയൊക്കെ കഴിച്ച് നൈറ്റ് റൈഡൊക്കെ പോയി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. അടിപൊളിയാണ്. അപ്പം നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ഗുഡ് നൈറ്റ്.